സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനത്തിൽ കാതലായ തിരുത്തലുകൾ വരുത്താത്ത പക്ഷം മാനവകുലത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വിനാശകരമായ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ആഗോള യത്നങ്ങളെ പുച്ഛിക്കുന്ന പ്രവണത വൻകിട ശക്തികൾ ഇപ്പോഴും തുടരുകയാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയൊഴികെ മറ്റെല്ലാം മലിനമായി കഴിഞ്ഞ ഭൂമിയിൽ നിന്ന് അനേകായിരം ജീവിവർഗങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ തിരോഭവിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വേറിട്ട കാഴ്ചകളിലെ ഇന്നത്തെ അതിഥി ജഗന്നാഥൻ ജന്മസിദ്ധമായ ജിജ്ഞാസ മാത്രം മുതൽ മുടക്കി ശേഖരിച്ച പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഹോർത്തൂസ് മലബാറിക്കാസ് പോലുള്ള പഴയ സസ്യശാസ്ത്ര പുസ്തകങ്ങളിലും മാത്രം കേട്ടിട്ടുള്ള അപൂർവ ഇനം ചെടികളെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഗാർസിനിയ ഇൻഡിക്ക എന്നുവെച്ചാൽ പുണർക്കുളി. ഇതെവിടുന്ന് കിട്ടി? ഇത് ഗോവയിൽ. ഇത് അശോകം, സാരക്ക അശോകം. സ്ത്രീകൾക്കുള്ള ഔഷധം മുഴുവൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പൂവ് മെൻസസ്, തെറ്റായ നീണ്ട മെൻസസ്, പെയിൻഫുൾ മെൻസസ്, ബ്ലീഡിങ് മെൻസസ്, അതിൻ്റെ പൂവ് നഗർച്ചൂരിൽ വെച്ചിട്ട് അറയിട്ട് ഉണ്ടാക്കി നമ്പറും കയറും. ഔഷധങ്ങൾ ഉണ്ടാക്കാനുള്ള താല്പര്യം കാര്യമായിട്ട് അതിന് പ്രചോദനം കിട്ടിയ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ അവിടെ GKV ഗാന്ധി കൃഷി വിജ്ഞാൻ കേന്ദ്ര IAHR. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിൽ പോകുമ്പോഴേ അവിടെ നിന്നാണ് എനിക്ക് ഇമ്പറ്റസും ഇനീഷ്യേറ്റീവും ഇൻട്രസ്റ്റും കിട്ടിയത്. പിന്നെ ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ സസ്യശബ്ദാവലി ഒരു പുസ്തകം പ്രീ പബ്ലിക്കേഷനിൽ ഇറക്കിയിരുന്നു. ആ പുസ്തകം കൂടി വായിച്ചപ്പോൾ പ്രതിപത്തി വന്നു. 31 വർഷം തുടങ്ങി. പക്ഷെ അതിൽ ശരിക്ക് ക്രിയേറ്റീവായിട്ട് തുടങ്ങിയിട്ട് ഒരു 20 വർഷം. ട്യൂഷൻ നിർത്തിയ വർഷം പിന്നെ എൻ്റെ 100% ശ്രദ്ധ മനസ്സും ബുദ്ധിയും ഒക്കെ അതിരിക്കുന്നു. പൂതംകുല്ലി ഇത് ചിലർ ഇതുണ്ട് മന്ത്രവാദം. അതിന് അതേ സമയത്ത് അതിനേക്കാളും കാര്യം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധങ്ങളും. പക്ഷേ അതിലേക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പേര് ഔഷധങ്ങളുള്ളതാണ്. എന്തിനാണെന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. ഔഷധമാണ്. അപൂർവം എന്ന് പറഞ്ഞ സോമലത, ആരോഗ്യപ്പച്ച, പുത്രം ജീവക, മരമഞ്ഞൾ, രുദ്രാക്ഷം, കുന്തുരുക്കം, കായാമ്പൂ, കർപ്പൂരം, പൂതംകുല്ലി, മയിലള്ള്, നാഗപടം, തീപ്പാല, ഗന്ധപ്പാല. തൊട്ടാറുവാടി മുതൽക്ക് സോമലത വരെ 400 സ്പീഷീസ് ഇപ്പം പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റും. അപ് ടു സെർട്ടൻ എക്സ്റ്റെന്റ് അതിൻ്റെ ഔഷധ ഗുണങ്ങളും അതിൻ്റെ സ്പീഷീസും മുഴുവൻ തലയിൽ വയ്ക്കൽ എളുപ്പമല്ല. എന്നാലും സെർട്ടൻ എക്സ്റ്റെന്റ് വിരിക്കാൻ പറ്റും. കാട്ടുകർളകം ഒരു മുറി പറ്റിയാലേ ഈ കറണ്ട് ഒട്ടിച്ചാൽ അപ്പോഴേക്കപ്പോൾ ഒരു പരിധി വരെ ചെറിയ സ്റ്റിച്ചൊക്കെ വരേണ്ട ആവശ്യമില്ല. ATS അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തമിഴന്മാരെ പ്രയോഗങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നത്. മലപ്പുറം ജില്ലയിൽ ചങ്ങരം കുളത്തിനടുത്ത് കല്ലൂർമയിൽ പാറോൾ വീട്ടിൽ ഗോപാലന്റെയും സുശീലയുടെയും മകൻ ജഗന്നാഥൻ ജനിച്ചതും പ്രാഥമിക വിദ്യാഭ്യാസം കഴിച്ചതും സിലോണിലായിരുന്നു. മലയാളം അറിഞ്ഞുകൂടാതിരുന്നതുകൊണ്ടാണ് കേരളത്തിലെ മെട്രിക്കുലേഷൻ ജയിക്കാതെ പോയത്. പക്ഷെ കൃഷിയിൽ അന്നേ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് അതൊരു പോരായകയായില്ല. കുറച്ചു നാളത്തെ ബാംഗ്ലൂർ വാസത്തിനു ശേഷം സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തി സസ്യവർഗവുമായി സാഹോദര്യം സ്ഥാപിച്ചെടുത്തു. ഇന്ന് ആ ബന്ധത്തിന് കേവലം ദാർശനികവും സാമ്പത്തികവുമായ തലങ്ങൾ മാത്രമല്ല ഉള്ളത്. പ്രകൃതിയിൽ മനുഷ്യനുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങൾക്കും വേർപ്പെടുത്താനാവാത്ത വിധം സൂക്ഷ്മതലത്തിൽ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ശാസ്ത്ര യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഈ അനൗപചാരിക ശാസ്ത്രജ്ഞൻ. ഇനി വളരെ റെയർ പ്ലാന്റ് കാണിച്ചു. യശാങ്ക് ചെറിയ ശിശുക്കൾ ഒരു 6 മാസം കുറഞ്ഞ ചെറിയ കുട്ടികളുണ്ട്. അവർക്ക് ജലദോഷം പനി കുറയാൻ വരുമ്പോഴേ ഇതിൻ്റെ ഇല മുക്കിയിട്ട് തലയിൽ വെച്ചു. ശിശുക്കൾക്ക് അച്ഛൻ സിലോണിലായിരുന്നു, അമ്മ സിലോണിലുള്ള ആളായിരുന്നു. ഞങ്ങൾ സിലോണിൽ ജനിച്ചു വളർന്നവരാണ്. എൻ്റെ കുട്ടിക്കാലൊക്കെ സിലോണിലായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ നിന്ന് കഴിഞ്ഞു. എൻ്റെ വിദ്യാഭ്യാസം മെട്രിക് ഫെയിൽഡ്. മദ്രാസ് യൂണിവേഴ്സിറ്റി മെട്രിക് ഫെയിൽഡ് മലയാള ഭാഷയിൽ. എൻ്റെ യഥാർത്ഥ സമയം മുഴുവൻ കൃഷിയിൽ മുഴുകിയത്. അപ്പോൾ കൃഷിയിൽ ചില കയറ്റിറക്കം വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ബാംഗ്ലൂർ ചില ആൾക്കാരടുത്ത് പോയിട്ട് ഒരു 10-15 വർഷം ബാംഗ്ലൂരുണ്ടായിരുന്നു. ഇപ്പോഴും ബാംഗ്ലൂരായിട്ടുള്ള ബന്ധം വേറെടുത്തിട്ടില്ല. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ എനിക്ക് കിട്ടുന്ന സഹായം മുഴുവൻ അവിടെ നിന്നുള്ള ഉപദേശങ്ങളും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കൃഷി കാര്യമായിട്ട് തെങ്ങ്, കവുങ്ങ്, വാഴ. അതിൻ്റെ ഇടയിലാണ്
ഈ അവശേഷങ്ങൾ. ചതുരമുല്ല ചതുരമുല്ല ഇതെന്തിനു ഉപയോഗിക്കുക? ഇത് അത് ഇത് രണ്ടും കൂടി ചേർത്ത് വാദത്തിനുള്ള നമ്പർ 1 സാധനം. വികസിത രാജ്യങ്ങളിൽ കൃഷിയെ ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ ഈസ് എ നാച്ചുറൽ ഇൻഡസ്ട്രി വിത്തൗട്ട് വിച്ച് നോ ലിവിങ് ബീങ് ക്യാൻ സർവൈവ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺസർട്ടൺ ഒക്കുപ്പേഷൻ ഇൻ ദ വേൾഡ്. അത് കൃഷി എന്ന് പറഞ്ഞ പ്രകൃതിദത്തമായ ഒരു വ്യവസായം. അതേ സമയത്ത് അത് ഏറ്റവും അനിശ്ചിതത്വം നിറഞ്ഞു. അത് കാരണം ഡെവലപ്ഡ് കൺട്രീസ് കർഷകരെ ഉദാരമായിട്ട് സഹായിക്കും. മഹാത്മാഗാന്ധി പറഞ്ഞത് ദ എർത്ത് ഈസ് ഇനഫ് ഫോർ എവരി മാൻസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവരി മാൻസ് ഗ്രീഡ്. ദൈവം മനുഷ്യന് ആവശ്യമുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമിയിൽ തന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ അത്യാർത്ഥിയാണ് നമ്മൾ ഇന്നത്തെ പ്രകൃതി നശിപ്പിക്കാൻ കാരണം. ഈ പ്രകൃതി നിലയ്ക്കെത്താനുള്ള കാരണമാണല്ലോ മനുഷ്യൻ്റെ അത്യാർത്ഥി. ഡെസ്മോഡും മോട്ടോറും തൊഴികണ്ണി രാമനാമ പച്ച ദൈവിക സസ്യമാണ്. ഇംഗ്ലീഷിലെ ഡിവൈൻ പ്ലാന്റിൽ കൊടുത്തത് ദൈവിക സസ്യമാണ്. ഇതൊക്കെ വീട്ടിൽ വെള്ളം ഐശ്വര്യം എന്നാണ് പറയുന്നത്. ഇവിടെ പല പ്രൊഫസറും അച്ഛന്മാരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വേർ ഡിഡ് യു കളക്ട് ഓൾ ദിസ് നോളജ്? അപ്പോൾ പറഞ്ഞു ഗോഡ് ഹാസ് ഗിവൻ മീ സം കൈൻഡ് ഓഫ് ഇൻക്വിസിറ്റീവ്നെസ്. ദൈവം എന്തായിരിക്കും ജിജ്ഞാസയാണ്. ആ ജിജ്ഞാസയുടെ കെയർഫുള്ളി ഞാൻ സസ്യങ്ങളുടെ പിന്നിൽ പോയി. എന്നോട് പലരും ചോദിക്കാൻ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? അപ്പോൾ ചിലർ പോയി ഐ എം മെട്രിക് ഫെയിൽ നോബഡി ഈസ് ഗോയിങ് ടു ബിലീവ്. ആരും വിശ്വസിക്കാൻ കഴിയും. അപ്പോൾ അതേ ആൾക്കാർ ചോദിക്കും വേർ ഡിഡ് യു മിസ് എ ബസ്? എവിടെയുള്ള ബസ് തെറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇന്നലേക്ക് എത്തിയപ്പോഴേ നിങ്ങളെ വേർ ഡിഡ് യു മിസ് എ ബസ്? അപ്പോൾ ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് നിരാശയില്ല. പിന്നെ എക്സാമിനേഷനെ പറ്റി ജർമ്മൻകാരെ പറ്റി എന്തെങ്കിലും അവരുടെ സൈക്കോളജി അറിയോ? ജർമ്മൻകാർക്ക് ദേ സേ എക്സാമിനേഷൻസ് കനോട്ട് പ്രൂവ് എ മാൻസ് ഇൻ്റലിജൻസ്. അർത്ഥം മനസ്സിലായോ? പരീക്ഷകൾക്ക് ഒരു മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് വെച്ചാൽ സാമർഥ്യമല്ല, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കുറേ കോച്ചിങ് സ്കൂളിൽ പോയി കുറേ പുസ്തകം എഴുതി അങ്ങനെ പഠിക്കും. അതേ സമയത്ത് റൈറ്റ് ബ്രദേഴ്സോ അല്ലെങ്കിൽ തോമസ് ആൽവാ എഡിസണോ ഇവരൊന്നും സ്കൂൾ കാണാത്ത മാന്യന്മാർ അവർ തലേന്ന് ഇത് കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റഡോൾഫ് ഡീസൽ ഇപ്പോൾ ദിവസേന ഒരു 10 ഡീസലിൻ്റെ പേര് പറയാത്ത ആളില്ല. ആളാണ് ഡീസൽ സൈക്കിൾ കണ്ടുപിടിച്ചത്. അത് പെൻസിലിൻ പിന്നെ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒട്ടുമുക്കാലും കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ കാശിന് പഠിക്കാത്ത കുട്ടികളും ഉണ്ടായിരിക്കുന്നത്. അതും അത്ര സാധനമാണ് ഊതെടുക്കുന്നുണ്ട്. ഇതാണ് ഒരു വേഗം. സസ്യവംശങ്ങൾ തേടിയുള്ള വിപിന സഞ്ചാരങ്ങൾ ജഗന്നാഥന് എന്നും തീർത്ഥയാത്രകളായിരുന്നു. വിന്ധ്യന് തെക്കുള്ള കാടുകളിൽ മാത്രമല്ല, മധ്യപ്രദേശിലും ഗുജറാത്തിലും പൂർവോത്തര പ്രദേശങ്ങളിലുമുള്ള നിബിഡ വനങ്ങളിലും ഈ അന്വേഷിയുടെ കാലുകൾ പതിങ്ങിയിട്ടുണ്ട്. പുതുപ്പച്ചകൾ തിരയാൻ 80-ാം വയസ്സിലും ബാല്യം ബാക്കിയുണ്ടെന്ന് ജഗന്നാഥൻ വിശ്വസിക്കുന്നു. 400-ലേറെ തരം ചെടികളുള്ള ഈ തോട്ടത്തിന്റെ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിന് കാട്ടിലിറങ്ങി അന്വേഷിക്കാൻ തയ്യാറുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകാനും വേണമെങ്കിൽ അന്യ സംസ്ഥാന ഭാഷകൾ അവരെ പഠിപ്പിക്കാനും അധ്യാപകൻ കൂടിയായ ജഗന്നാഥൻ തയ്യാറുമാണ്. പാച്ചോറ്റി മറ്റേ ഹിന്ദിയിൽ ലോദ്ര പറഞ്ഞ സൗന്ദര്യവർദ്ധക മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇതിനുള്ള ആ ചെറുപ്പം മുതൽക്ക് എനിക്ക് പ്രകൃതിയും കാടിനോട് ചെറുപ്പം മുതൽക്ക് തന്നെ താല്പര്യം. അത് ഏകദേശം ഒരു 8-9 വയസ്സ് മുതൽക്ക് തന്നെ എന്ത് കാണുന്നതാണ് കുഴിച്ചിടുന്നൊരു താല്പര്യമുണ്ട്. ടൗൺ ലൈഫ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ടൗൺ ലൈഫ് എനിക്ക് ബാംഗ്ലൂർ വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. അവിടെ ഒരു ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എവിടെ നോക്കിയാലും മൈദ. ഇപ്പൊക്കെ അവിടെ മോശമായി. അതാണ് എനിക്ക് ആ നാട്ടിനോട് അത്രയും താല്പര്യമായത്. എവിടെ നോക്കിയാലും പാർക്ക്, എവിടെ നോക്കിയാലും സസ്യങ്ങളും. ഇതാണല്ലേ ആരോഗ്യപ്പച്ച. ഇതിൻ്റെ ഒരു കായ 24 മണിക്കൂറിൽ നീന്തൽ. എന്താ കഞ്ഞിയും ചോറൊന്നും വേണ്ട, ക്ഷീണം ഉണ്ടാകും. ചിത്രം ജീവക ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇന്ത്യയിലത്തെ 4 സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട്. അതായത് കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, യു.പിയിലെ ചില ഭാഗങ്ങളിലും പോയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ നഗരങ്ങളിലല്ല പോണത്, ഉൾഭാഗങ്ങളിൽ. എൻ്റെ കൂട്ടുകാർ ഒരു ആദിവാസി ഉണ്ടായിരുന്നു, മറ്റേ അഗസ്ത്യന്മാരുടെ മീതല്ല. പിന്നെ ഒരു ജോർജ് തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ജോർജ് മാത്യു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോലിക്കാരൻ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥൻ. ഞങ്ങൾ 4 ആളും കൂടെ പോയിരുന്നത്.
ചെടി കണ്ടെത്തിയ ഞാൻ അത് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടും. എനിക്ക് അറിഞ്ഞാലും അറിയാത്ത പിന്നെ അറിയാത്ത ഞാൻ അറിയുന്നവരോട് ചോദിക്കും ഇത് ചെടിയുടെ പേരെന്താ ചോദിക്കും. മാക്സിമം ആ സോഴ്സ് അന്വേഷിച്ചിട്ട് അത് കളക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഫെയിലിയർ ആയിട്ടില്ല. ഒട്ടുമുക്കാലും വിജയം തന്നെ ഉണ്ടായിരിക്കും. എന്തോ ഒരു ഈശ്വരനുഗ്രഹം മാത്രമേ പറയുന്നുണ്ട്. സൂപ്പർ ഗ്ലോറിയസ് ഗ്ലോറിയസ് സൂപ്പർ എന്താ അതിന് മലയാളം എന്താ? മേൻതോന്നിക്കിഴങ്ങ്. മേൻതോന്നിക്കിഴങ്ങ് ഇതിന് പ്രാണപൂ എന്ന് പറയാം ആൾക്കാർ റൗണ്ടിൽ. ഇതൊക്കെ ഒരു കിലോയിൽ 3000 ഉറുപ്പിക ഉണ്ട്. നമ്മളെ മണ്ണിൽ പറയാത്ത ഒക്കെ ഇപ്പോൾ ഒരു നിസ്സാരം കുറുന്തോട്ടി നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ പിടിക്കില്ല. അതെന്തായാലും സാങ്കേതിക വൈകില്ല. അതേസമയത്ത് അതിൻ്റെ വൈൽഡായ കാലാവസ്ഥ കുറുന്തോട്ടി നിസ്സാര സാധനമാണല്ലോ, വെച്ച് പിടിപ്പിച്ചാൽ പിടിക്കില്ല. ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങൾ വളരുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട പർവ്വതനിര. ഏറ്റവും അമൂല്യമായത് ഹിമാലയ പർവ്വതനിര. പിന്നെ അതിലും കൂടുതൽ ഔഷധ ഇവിടെ ഉണ്ട്. ആസാം, ത്രിപുര, പിന്നെ നാഗാലാൻഡ്. ഞങ്ങൾ അവിടേക്ക് പോകാൻ പുറപ്പെട്ടു. ഞങ്ങൾ ട്രെയിനിൽ ആൾക്കാരൊക്കെ. അപ്പോൾ നിങ്ങൾ ആസാമിൽ പോകുന്നത് സുരക്ഷിതമല്ല. ആസാമിൽ വെച്ച് നിങ്ങൾക്ക് അവിടെ ആരും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ അവിടെ പോകുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കൂടാതെ, നാഗാലാൻഡിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് കൂടാതെ ഒരു ഭാഷ സംസാരിക്കരുത്. പിന്നെ കേരളീയരെ ചിലർക്ക് ഇഷ്ടം അത്രേ. കേരളീയരെന്ന് പറഞ്ഞാൽ നാഗാലാൻഡുകാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റ് ഒഴിവാക്കിയതാണ്. കസ്തൂരിക്കിഴങ്ങ്, ക്യാമ്പിഫെറ ഗലങ്ക. ഔഷധങ്ങളുടെ വേര്, തോല്, കാതൽ, പിന്നെ മുഴുവൻ സസ്യം, ഹോൾ പ്ലാന്റ് എന്ന് പറയും. പിന്നെ പൂവ്, കായ, കട എല്ലാം. ഔഷധത്തിന് രണ്ടൊക്കെ മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ്. മെഡിസിൻ എന്ന് പറഞ്ഞ സാധനം. ആരോമാറ്റിക് സുഗന്ധ ഇതുണ്ട്. ഇഞ്ചി, മഞ്ഞൾ, ചിറ്റരത്ത്, കച്ചോലം, ഇതൊക്കെ ആരോമാറ്റിക് പ്ലാന്റ്. പശ്ചിമഘട്ട പർവ്വതനിര തെക്ക് അഗസ്ത്യ മുതൽക്ക് വടക്ക് വിന്ധ്യാപർവ്വതം വരെ, അത് മധ്യ സംസ്ഥാനത്തിൻ്റെ ആ ഭാഗത്ത് 2000 കിലോമീറ്റർ നീളം. ഈ പശ്ചിമഘട്ട പർവ്വതനിരയുടെ ഉള്ളിൽ 70,000 പ്ലാന്റ് സ്പീഷീസ് ഉണ്ട്. 70,000. ഈ 70,000 8,000 ആയുർവേദത്തിൽ വെക്കുന്നത്. ഔഷധസസ്യങ്ങളെ തന്നെ ഹെർബ്സ് എന്ന് പറയും. ഹെർബ്സ് ചെറിയ ഔഷധി, നെല്ലൊക്കെ ഹെർബ്സിൽ പെട്ട ഹെർബ്സ്. പിന്നെ ബുഷസ്, മൊന്തമരം ചെടി, പിന്നെ ഷ്രബ്, ആനങ്ങൾ വല്ലിച്ചെടി. ഹെർബ്, നെല്ല്, ഇതൊക്കെ തുളസി ഹെർബിൽ പെട്ടത്. ബുഷ് എന്ന് പറഞ്ഞാൽ മൊന്തയായിട്ടുള്ള കുറ്റി ഇത്. പിന്നെ ഷ്രബ്, കുറ്റിച്ചെടി. അത് കഴിഞ്ഞാൽ പ്ലാന്റ്, കുറച്ചും കൂടി വലിയ ചെടി. പിന്നെ ട്രീ. അങ്ങനെ 6 ആയിട്ടാണ് ഒരു സ്പെഷ്യസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ വള്ളികളുള്ള വള്ളി, ക്രീപ്പർ, ക്ലൈംബർ, റണ്ണർ. വള്ളികൾ ഇഴഞ്ഞു പോകുന്നത്, പന്തൽമ കയറുന്നത്, കയറിപ്പോകുന്നത്. അതിൻ്റെ 50 സ്പീഷീസ് ഹിമാലയ ഡ്രഗ് കമ്പനിക്കാർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി എത്രയും സസ്യങ്ങളിലെ 138 സസ്യങ്ങളിലെ വേരാണ് ആയുർവേദത്തിൽ. 138 സസ്യങ്ങളിലെ വേര്. അടുത്ത് 48 സസ്യങ്ങളിലെ തൊലി. പിന്നെ 12 സസ്യങ്ങളിലെ ഹാർട്ട്വുഡ്, തടി, കാതൽ. പിന്നെ 37 സസ്യങ്ങളിലെ ട്യൂബേഴ്സ്, വേര്. 29 റണ്ണേഴ്സ് ഞാൻ പറഞ്ഞല്ലോ കയറുന്നത്. ബാക്കി 21 ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും. പിന്നെ 26 സസ്യങ്ങളുടെ ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ. പിന്നെ 75 സസ്യങ്ങളുടെ ഫ്രൂട്ട്സ്. എത്രയും ഒരു സ്പെസിഫൈ. ഏലംപൂ, ഇതേലം. ഇതിനൊക്കെ അപൂർവ സസ്യങ്ങൾ വേറെ കാണിച്ചാലോ. ഈ ഏലംപൂ ബാംഗ്ലൂര് ഫാർമസി കോളേജ് കുട്ടികൾക്ക് റിസർച്ചിന് വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വരുത്തിയതാണ്. കുമളി പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഒരു ബൈജു പറഞ്ഞ ഒരു കുട്ടിയാണ്. അക്കാഡമിക് അർത്ഥത്തിൽ ശാസ്ത്രജ്ഞനോ ഗവേഷകനോ അധ്യാപകനോ അല്ലാതിരുന്നിട്ടും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ സയൻസിന്റെ ഗാന്ധി കൃഷി വിജ്ഞാന കേന്ദ്ര, ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി എന്നിവ പോലുള്ള സ്ഥാപനങ്ങൾ ജഗന്നാഥന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വൈവിധ്യമാർന്ന സസ്യ സ്വഭാവങ്ങളെക്കുറിച്ച് പണ്ഡിത സദസ്സുകളിൽ സംസാരിക്കാൻ
ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള അദ്ദേഹം കേരളത്തിൽ പക്ഷേ അധികം പരിഗണിക്കപ്പെട്ടിട്ടില്ല. കർണാടകത്തിലും തമിഴ്നാട്ടിലുള്ള സർവകലാശാലകളിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രബന്ധങ്ങൾ പുസ്തക രൂപത്തിലും ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്തും ഗവേഷണ രംഗത്തുമുള്ള പരീക്ഷണശാലകൾ വ്യാപാരാടിസ്ഥാനത്തിൽ തന്നെ ജഗന്നാഥന്റെ ഉദ്യാനം പ്രയോജനപ്പെടുത്തുന്നു. തൊഴിലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. എല്ലാ തൊഴിലുകളും പക്ഷെ ഒന്നിലും വിദഗ്ധല്ല. പക്ഷെ വൈദഗ്ധ്യമൊക്കെ കൃഷിയിൽ മാത്രമേ ഉള്ളൂ. മോട്ടോർ മെക്കാനിക്കൽ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും അവസാനം അഭിരുചി എനിക്ക് കൃഷിയിൽ തന്നെ. കൃഷി ചിലപ്പോൾ ചില ദിവസം രാത്രിയിലെ സസ്യങ്ങൾ തന്നെ സ്വപ്നം കൊണ്ടുവരും. ചില അത്ര ഇതിൻ്റെ പണി പിടിക്കുന്ന സമയത്ത് തന്നെ അത്ര അതിനോടൊരു എന്താ പറയുക, ഒരു കോൺസെൻട്രേഷൻ വീട്ടുകാർക്ക് താല്പര്യമില്ല എന്ന് തന്നെ പറയാം. ഇയാളെന്തോ ഒരു വേണ്ടാത്തരം ചെയ്യുമെന്ന് തന്നെ ഒരു വിചാരം. പക്ഷെ എനിക്ക് ദോഷമില്ല, റിട്ടേൺസ് ഉണ്ട്. ഇല്ല തീരെ ഇല്ലാതെ ഇപ്പം നമ്മൾ 10 പൈസയും കിട്ടാതെ ഒരാൾ ഇതിനെ മെനക്കെടില്ലല്ലോ. ദോഷമില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച റിട്ടേൺസ് ഇല്ല. കിട്ടുന്ന ശുഭപ്രതീക്ഷ ഞാൻ പണിയെടുക്കുന്നത്. രണ്ടെല്ലാം കൂടി ജീവിച്ചിരിക്കാൻ പറ്റിയല്ലേ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ. വെറുതെ കൊടുക്കില്ല. ഞാൻ തൈ വിൽക്കുന്നത് 5% ലാഭം കണ്ടൊക്കെയിട്ട് വിൽക്കുന്നത്. 5%. പിന്നെ ചിലർക്ക് ചിലപ്പോൾ വെറുതെ കൊടുത്തുള്ളതല്ല, അവർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും എനിക്ക് പറയാൻ തരുന്നു. പിന്നെ ചില നമ്മൾ വെറുതെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ദിവസേന ഒറ്റമൂലയ്ക്ക് പല രോഗികളും വരും. ഒറ്റമൂലയ്ക്ക് ഈ മോഹനം വൈദ്യുതി എന്ന മരുന്നിന് ഒട്ടുമുക്കാലും ദിവസേന രോഗികൾ വരും. തീപ്പാല ഇത് ചുരുക്കി പറ്റൂട്ടെ സോറിയാസിന്. തീപ്പാൽ. തന്റെ സ്വകാര്യ വനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന യുവാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിൽ ഈ സസ്യജ്ഞാനി ആഹ്ലാദം കൊള്ളുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രോഗികൾക്കും പ്രയോജനപ്പെടുന്ന ഈ സസ്യസഞ്ചയം കുറെ കൂടി വിപുലപ്പെടുത്തി വലിയൊരു സംരംഭമാക്കി മാറ്റണമെന്നാണ് ജഗന്നാഥൻ ആഗ്രഹിക്കുന്നത്. ഗാർസിനിയ ഇൻഡിക്ക പുളർപ്പുളി കിട്ടി. ഇത് ഗോവയിൽ. അങ്കോലം. ഇത് പേപ്പട്ടി പക്ഷത്തിൽ ഇത് പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ എന്റെ വേരിൽ വേണ്ടി പല ഔഷധങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഒരു കോടി തൈ വെച്ചാൽ ഈ ഒരു കോടി തൈയിൽ നിന്ന് അടുത്ത ജൂൺ മാസം 5-ാം തീയതിക്ക് എത്ര ചെടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്ലാൻ പ്രൊഡക്ഷൻ എന്താ ചെയ്യില്ല, അത് നമ്മൾ ചെയ്യണം. വെറുതെ ഇന്നിപ്പം കുറേ തൈ വെച്ചാൽ അത് കാര്യമില്ല. അപ്പം നമ്മൾ ശരിക്ക് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, ഒരു അർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്താൽ നമുക്ക് മാനവരാശിക്ക് മനുഷ്യന് നല്ലതാണ്. ഗജതിപ്പലി തൈ കാഴ്ച ഇത് കർഷകന് വളരെ ലാഭമുള്ള ഏർപ്പാടാണ്. നിങ്ങൾക്ക് ഒരു 10-400 ഔഷധങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ദോഷങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും കന്നഡവും വിദ്വാന്മാരാവാനല്ല, ആശയവിനിമയം ഈ സസ്യങ്ങളൊക്കെ എവിടെ പോയി ആശയവിനിമയത്തിൽ ഭാഷ പഠിക്കുക. അപ്പം ഞങ്ങൾ അതും ഇവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആശയവിനിമയം എന്താ പോയി ഇത് വാട്ട് ഈസ് ദിസ്, ഇത് ഏത് സാധനം അങ്ങനെ അറിയാത്ത ബേസിക് ഇംഗ്ലീഷ്, ബേസിക് കന്നഡ അങ്ങനെ പറയാൻ പറ്റും. ഇത് ദന്തപ്പാല ചൊറിക്ക് നേരെ ചൊറി വരുന്നുണ്ടല്ലോ, അത് വെളിച്ചെണ്ണിട്ട് 3 ദിവസം വെച്ച ഒറ്റമൂലി പ്രയോഗമാണ്. എൻ്റെ ആഗ്രഹം ഇത് കുറച്ച് നല്ല വിദ്യാഭ്യാസവും ഇതിനോട് ഇനീഷ്യേറ്റീവ് ഇൻട്രസ്റ്റും ഡെഡിക്കേഷനും സിൻസിയറുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് എൻ്റെ കാറ്റ് പുറത്ത് പോകും. അപ്പോൾ ആ കാറ്റ് പോകുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടികളെ കൊണ്ട് ഇതൊരു സംരംഭമാക്കി മാറ്റണമെന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ. ഇത് നമുക്ക് ദൈവത്തോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം, ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യമാണിത്. അപ്പോൾ കുറേ കുട്ടികളെ ഞങ്ങൾ പിടിച്ച് കൊണ്ടിരുന്നുണ്ട് വിദ്യാഭ്യാസം. അപ്പം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങളിതിൻ്റെ സംവിധാനം ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കുന്ന എൻ്റെ ഉദ്ദേശമുണ്ട്.